ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുരിങ്ങയില കൊണ്ട് വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു തോരൻ തയ്യാറാക്കിയാലോ? അതിനായി ക്ലീനാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങ തണ്ടിൽ നിന്നടർത്തി ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഗ്രീൻ ലീഫി വെജിറ്റബിൾ ആണ് മുരിങ്ങയില. വളരെ എളുപ്പത്തിൽ രുചികരമായി തന്നെ ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു ഐറ്റമാണ്. ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ചൂടാക്കി ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. ഞാനിതിലേക്ക് 1 സ്പൂൺ ഉഴുന്നുകൂടെ ചേർക്കുന്നുണ്ട്. ഇലക്കറികളിൽ 1 സ്പൂൺ അരിയോ ഉഴുന്നോ ചേർത്താൽ കറിയുടെ രുചി കൂടും. ഇനി ഇതിലേക്ക് 2 വറ്റൻ മുളകും കഷ്ണങ്ങളാക്കിയ 5 ഉള്ളിയും 3 വെളുത്തുള്ളിയും 3 പച്ചമുളകും കൂടി ചേർത്ത് ഇളക്കാം. ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് കറി ഉണ്ടാക്കി തീർക്കണമെന്ന് വിചാരിക്കുന്നവരുണ്ടോ? അങ്ങനെയാണെങ്കിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഈ ചേരുവകളെല്ലാം മുരിങ്ങയിലോട് കൂടെ തന്നെ മിക്സ് ചെയ്ത് ഒരുമിച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ വഴറ്റി ഉണ്ടാക്കുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. രുചിയോടെ തോരൻ ഉണ്ടാക്കണമെന്നും കഴിക്കണമെന്നുമുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. മുരിങ്ങയിലയുടെ അളവനുസരിച്ച് തേങ്ങയുടെ ക്വാണ്ടിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരുപാട് തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ തേങ്ങയുടെ സ്വാദായിരിക്കും കൂടുതൽ നിൽക്കുക. അപ്പോൾ ആവശ്യത്തിന് മാത്രം തേങ്ങ ചേർക്കുക. ചേരുവകളെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 3 മിനിറ്റ് സമയം നമുക്കിത് വേവാനായി വെക്കാം. ഇലക്കറി ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വെന്ത് കിട്ടും. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം വേവിച്ചാൽ അതിൻ്റെ ഗുണവും രുചിയും നഷ്ടപ്പെടും. 3 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നമുക്കിത് വെന്തോന്ന് ടെസ്റ്റ് ചെയ്യാം. കറി പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചീരത്തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങളും ഈ രീതിയിൽ മുരിങ്ങയില തോരൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.